ശാന്തി. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാനൊരു പ്രകാശമയ ജ്യോതിബിന്ദു ആത്മാവാണ്. പ്രകൃതിയിൽ നിന്നുമുണ്ടാക്കപ്പെട്ട ഈ ശരീരത്തിൽ ഞാൻ ആത്മാ മസ്തക മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ആത്മാ ചൈതന്യമാണ്, അവിനാശിയാണ്. ഞാൻ അനുഭവം ചെയ്യുന്നു, ശരീരവും ആത്മാവും വേറിട്ടിരിക്കുന്നു. ആത്മാവ് ശരീരത്തിൽ നിന്നും വേറിടുമ്പോൾ ശരീരം നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. ഒരു വിധത്തിലുള്ള അലങ്കോലങ്ങളുമില്ല. ഡെഡ് സൈലൻസ് അനുഭവപ്പെടുന്നു. ശരീരം വേറെയാണ്, ഞാൻ ആത്മാവും വേറെയാണ്. ജീവിച്ചിരിക്കെ ഈ ശരീരത്തിൽ നിന്നും വേറെയായി അശരീരിയായി ശിവബാബയെ ഓർമ്മിക്കുന്നു. ബാബ അശരീരിയാണ്, അതുപോലെ ഞാൻ ആത്മാവും അശരീരിയാകുന്നു. ഞാൻ ശാന്തമാകുന്നു. ഇതാണ് ഡെഡ് സൈലൻസ്. ശാന്തിയുടെ സാഗരൻ ശിവബാബയുടെ ഓർമ്മയിൽ ഞാൻ സമാവേശമായിരിക്കുന്നു, ലയിച്ചിരിക്കുന്നു. ഞാൻ ആത്മാ, ശാന്ത സ്വരൂപ ആത്മാ, ശാന്തിയുടെ സാഗരം ശിവബാബ, മറ്റാരുമില്ല. ഇതാണ് സത്യമായ ശാന്തി. ശരീരം മരിച്ചതിന് സമാനമാകുന്നു. ഞാൻ ആത്മാ ശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ജീവിച്ചിരിക്കെ മരിച്ച് ശാന്തമാകുന്നു. ഞാൻ ആത്മാ ശാന്ത സ്വരൂപമാകുന്നു. ശാന്തി എൻ്റെ സ്വധർമ്മമാണ്. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. എൻ്റെ സ്വധർമ്മത്തിൽ സ്വരൂപത്തിൽ ഇരിക്കുന്നു. മനസ്സിൽ കേവലം ഒരു ശാന്തിയുടെ സാഗരം ശിവബാബയുടെ ഓർമ്മയാണ്. എന്നിൽ ശാന്തിയുടെ അപാരമായ സാഗരം തന്നെ സമാവേശമായിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ അശരീരിയായി ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു. ഡെഡ് സൈലൻസിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പരചിന്തനം ഉപേക്ഷിച്ച് സ്വയത്തിൻ്റെ മംഗളമുണ്ടാക്കുന്നു. സ്വർണത്തിന് സമാനമായി മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ സദാ അശരീരിയായി മാറാനുള്ള അഭ്യാസം ചെയ്യുന്നു. കർമ്മേന്ദ്രിയങ്ങൾ താനെ ശീതളമാകുന്നു. ദേഹാഭിമാനം ഒട്ടും തന്നെ ഇല്ലാതാകുന്നു. നാമരൂപത്തിൻ്റെ ലഹരിയില്ല. ബാബ ഈ സംഗമയുഗത്തിൽ വന്ന് പതിതരെ പാവനമാക്കുന്നു. ബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. ഇപ്പോൾ പാവനമായി മാറാനുള്ള ജ്ഞാനം നൽകുന്നു. ആദ്യം ഉറച്ച നിശ്ചയബുദ്ധികളായിരിക്കണം. ജീവിച്ചിരിക്കെ മരിച്ചിരിക്കുന്ന അനുഭവം ചെയ്യണം.
കലിയുഗത്തിലെ വികാരങ്ങളുടെ തീരത്തെ ഉപേക്ഷിച്ച് അശരീരിയായി മാറി ഞാൻ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഗൃഹസ്ഥത്തിലിരുന്ന് താമര പുഷ്പസമാനം പവിത്രമായി യാത്ര ചെയ്യുകയാണ്. ഞാൻ അച്ഛനെയും രാജധാനിയെയും ഓർമ്മിക്കുന്നു. ശരീരബോധം ഉണ്ടായിരിക്കരുത്. യോഗിയായി മാറുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ ശാന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയും പതിതത്തിൽ നിന്നും പാവനവുമായി മാറുകയാണ്. ബാബയുടെ നിർദ്ദേശമാണ് എന്നെ ഓർമ്മിക്കൂ. മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് സ്വയം തൻ്റെ മംഗളം ചെയ്യൂ. പരചിന്തനം ഉപേക്ഷിക്കൂ. ശ്രീമതത്തിലൂടെ നടക്കുന്നില്ലെങ്കിൽ സ്വയം സ്വയത്തെ ശപിക്കുന്നു. നിശ്ചയബുദ്ധികളായി മാറി ജീവിച്ചിരിക്കെ ഈ ലോകത്തിൽ നിന്നും തൻ്റെ ബുദ്ധിയുടെ നങ്കൂരം മാറ്റണം. ബാബയുടെ ഓരോ നിർദ്ദേശവും പാലിച്ച് ഞാൻ എൻ്റെ മംഗളമുണ്ടാക്കുന്നു. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കില്ല. ബുദ്ധിയെ ശുദ്ധമായ സ്വർണത്തെ പോലെയാക്കുന്നു. പരചിന്തനത്തിൽ നിന്നും തൻ്റെ സമയത്തെ പാഴാക്കില്ല. യോഗബലത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളെ ശാന്തവും ശീതളവുമാക്കുന്നു. ഞാൻ ബാബ നൽകിയ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. തൻ്റെ വിജയത്തെ അഥവാ സഫലതയെ മനസ്സിലാക്കി സദാ നിശ്ചിന്തരായിരിക്കുന്ന നിശ്ചയബുദ്ധിയാകുന്നു. നിശ്ചയബുദ്ധികളായ ആത്മാക്കൾക്ക് വിജയമുറപ്പാകുന്നു. ഞാൻ നിശ്ചിന്തനായിരിക്കുന്നു. മുഖത്ത് ചിന്തയുടെ ലാഞ്ചന പോലുമില്ല. ഉള്ളിലൊരു കാര്യത്തെ പ്രതിയും ചോദ്യങ്ങൾ ഉയരുകയില്ല. കാര്യങ്ങൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ ഭാവത്തെയും ഭാവനയെയും മാറ്റുന്നതിനാണ് വായുമണ്ഡലത്തെ അഴുക്കാക്കുക എന്ന് പറയുന്നത്. ഓം ശാന്തി.